അഞ്ചാമത് ലോക കേരള സഭയ്ക്ക് ഇന്ന് തുടക്കം. വൈകിട്ട് നിശാഗന്ധിയിലെ പൊതുയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 125 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി പ്രതിനിധികൾ പങ്കെടുക്കും. ധൂർത്ത് ചൂണ്ടിക്കാട്ടി ഇത്തവണയും പ്രതിപക്ഷം പരിപാടി ബഹിഷ്കരിച്ചു. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, എപ്പോഴായിരിക്കും പരിപാടികൾ തുടങ്ങുക? പ്രതിപക്ഷത്തിന്റെ തീരുമാനം വിട്ടുനിൽക്കാൻ തന്നെയാണല്ലേ? റോഷ്നി, ഇന്ന് വൈകിട്ടാണ് ലോക കേരള സഭയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുന്നത്. ഇന്ന് മുതൽ 31 വരെയാണ് ലോക കേരള സഭ നടക്കുന്നത്. പക്ഷേ ഇന്ന് മറ്റ് പരിപാടികളൊന്നും ഉണ്ടാവില്ല. നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്യും. നാളെയും മറ്റന്നാളും നിയമസഭയ്ക്കകത്തെ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ വെച്ചാണ് ലോക കേരള സഭ നടക്കുക. 28 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടാകും. ഒപ്പം 125ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഇതിൽ പങ്കെടുക്കും. ലോക കേരള സഭയെ കഴിഞ്ഞ സഭാ സമ്മേളനങ്ങളുടെ സമയത്തൊന്നും പ്രതിപക്ഷം ഇതിനോട് അനുകൂലിച്ചിരുന്നില്ല, ഇതിൽ പങ്കെടുത്തിരുന്നില്ല. ഇത്തവണയും പ്രതിപക്ഷം ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. മറ്റൊന്ന്, കഴിഞ്ഞ രണ്ടാമത്തെയും മൂന്നാമത്തെയും ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്തത് അന്ന് ഗവർണറായിരുന്നു. കഴിഞ്ഞ സഭ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സർക്കാർ മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഇത്തവണയും ഗവർണറെ പങ്കെടുപ്പിക്കുന്നില്ല. ഉദ്ഘാടന സമ്മേളനം മുഖ്യമന്ത്രിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്ന പ്രത്യേകതയുമുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് വിദേശ മലയാളികളുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ചർച്ചയാകും. ചില കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് പ്രഖ്യാപനങ്ങളും ഉണ്ടാക്കാനാണ് സാധ്യത. കീർത്തന, എന്തായാലും ഇപ്രാവശ്യവും ധൂർത്ത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ഇതിൽ നിന്ന് പിന്നിട്ട് നിൽക്കുന്നത്, പ്രതിഷേധിച്ച് നിൽക്കുന്നല്ലേ റഹീസ്? ആണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ലോക കേരള സഭയോട് അനുകൂലമായ ഒരു നിലപാടായിരുന്നില്ല തുടക്കം മുതലെടുത്തത്. അതിന് പ്രധാനമായി പറഞ്ഞത് ധൂർത്താണ് എന്ന് മാത്രമല്ല, ലോക കേരള സഭയിൽ പ്രതിനിധികളായി വരുന്ന ആളുകൾ LDFുമായി CPMുമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ മാത്രമാണ്. ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും രാഷ്ട്രീയം കൂട്ടിക്കലർത്തുന്നു എന്നതൊക്കെയായിരുന്നു അവരുടെ ആരോപണം. പ്രതിപക്ഷ നേതാവിനെ സാധാരണഗതിയിൽ ലോക കേരള സഭയിലേക്ക് ക്ഷണിക്കാറുണ്ട്. ഇത്തവണയും ക്ഷണിച്ചിരുന്നു എന്നാണ് സർക്കാർ അറിയിച്ചത്. പക്ഷേ പങ്കെടുക്കില്ല എന്ന തീരുമാനം അവരെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രതിപക്ഷമില്ലാത്ത ലോക കേരള സഭയായിരിക്കും 3 ദിവസം തിരുവനന്തപുരത്ത് നടക്കുക. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.